വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് കുറച്ച് മുന്നുള്ള വീഡിയോ ആണ്. ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഇത്തിരി വൈകി പോയി. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഇതാ അമ്പലത്തിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നരസിംഹ ക്ഷേത്രവും അതുപോലെ തന്നെ കുറച്ചടുത്താണ് ആലുവ അമ്പലവും. അപ്പോൾ ഞങ്ങൾ ആദ്യം ആലുവയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നരസിംഹ ക്ഷേത്രത്തിൽ കയറാറ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു. ഇനി പുഴേൻ്റെ അടുത്തേക്ക് പോകും. അമ്പലത്തിൽ വരുമ്പോൾ ജസ്റ്റ് ഇതാ ഈ ഒരു സൈഡിലേക്ക് വരും കേട്ടോ. പിന്നെ ആ നേരെ കാണുന്ന വീടുണ്ടല്ലോ, അതാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുമായിരുന്നു, ഇങ്ങനെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു ദിവസം ഇതുപോലെ നോർമലി നമ്മൾ അമ്പലത്തിലേക്ക് വന്ന സമയത്ത് ആളെ കണ്ടു. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന നമ്മളെ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളല്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞങ്ങൾ പുഴേൻ്റെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഇനി നേരെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അന്ന് അവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലുണ്ടല്ലോ ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിങ്ങനെ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ നല്ല രസം. അത് ആ കാണുന്ന പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ഒരു പാലസ് ഉണ്ട്. നമ്മുടെ അനിയമ്പാവ ചേട്ടമ്പാവ മൂവിയിലുള്ള ആ വീടില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ ഇവിടെയും കൂടെ ഒന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾ ഈ പഴയ സിനിമകൾ കാണുമ്പോൾ ഈ ആലുവ അമ്പലത്തിന്റെ ഈ പരിസരം ഉണ്ടല്ലോ, അത് ഒരുപാട് മൂവിയിലുണ്ട്. അപ്പൊ എപ്പോഴും ഈ ഒരു സ്ഥലത്തോട്ട് വരണം എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങാറില്ല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയതാണ്. പിന്നെ ഇതാ നമ്മൾ നരസിംഹ ക്ഷേത്രത്തിലെത്തി. അങ്ങനെ ഇവിടെ ഒന്ന് തൊഴുത് ഇതാ ഞങ്ങൾ അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. അവിടെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങളിതാ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പോയതല്ലേ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇതാ ദോശയും കടലക്കറിയൊക്കെ കഴിക്കുകയാണേ. അപ്പോൾ രണ്ടാൾക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് രണ്ടാളിതാ ഒരുപോലെ സഹകരിച്ചിട്ട് ഇതാ ഫുഡൊക്കെ വേഗം റെഡിയാക്കുകയാണ് കേട്ടോ. പിന്നെ എപ്പോഴത്തെയും പോലെ ഒരു പഴയ സിനിമ വെച്ചിട്ട് ഇതാ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളിതാ ഈ ഒരു പുഴേൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പ്രേമം മൂവിയിലുള്ള ആ ഒരു ബ്രിഡ്ജില്ലേ, അതിൻ്റെ താഴെയുള്ള പുഴയാണ് കേട്ടോ അത്. സാധാരണ ഇവിടെ എപ്പോഴും ഒരു തോണി ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പം അത് കാണാനില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരു വീട്ടിൽ ഒരു റംബുട്ടാൻ്റെ മരണ്ട്. അതിൽ ഞങ്ങൾ കുറച്ച് മുന്നേ വരുന്ന സമയത്ത് ഒരുപാട് കായ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാണ് പറയുന്നത്, അതെല്ലാവരും പറിച്ച് ഇപ്പം അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ റംബുട്ടാൻ്റെ മരം ഒരുപാട് കായായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. റംബുട്ടാൻ ഓസിക്കാൻ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇത് പറിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അവരെന്തായി കുറച്ചധികം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ പിന്നെ അത് എന്തായാലും തന്നതല്ലേ, വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ്. ഞാൻ ചിക്കൻ കറി അങ്ങനെ കഴിക്കില്ല, കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ എന്താ പറയാ, നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങളല്ലേ ചിക്കൻ കറി ഉണ്ടാക്കുക സ്പെഷ്യൽ. ഓക്കെ, അപ്പം എന്തായാലും സൺഡേ അല്ലേ, നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ കറിവേപ്പില തീരുമ്പോഴാണ് കേട്ടോ പ്രശ്നം. നമ്മളിത് താഴെ പോയിട്ട് പറിച്ചിട്ട് വരണം. അപ്പം കറിവേപ്പിലൊക്കെ പറിച്ച് വന്നിട്ട് നമുക്ക് വീണ്ടും കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഇന്ന് രാവിലെ ഫോണിൽ നോക്കിയ ഒരു റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. സാധാ ഉണ്ടാക്കാൻ പോലെ തന്നെയാണ്, പക്ഷെ എന്താ പറയുക, മറ്റേ മൈദപ്പൊടിയും കോൺഫ്ലവറും എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചില്ലി ഫ്ലേക്സും ഗാർലിക്കും ഒക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കാൻ വിചാരിച്ചു. പക്ഷെ എന്താ പറയുക, നമ്മളില്ലേ എങ്ങനെ ഉണ്ടാക്കിയാലും കടയത്തെ പോലെ ആവില്ലല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താ പറയുക ഉണ്ടാക്കേണ്ടത്, നെയ്ച്ചോറ്.
ഓക്കെ? അപ്പോൾ അതിൻ്റെ ഇടയിൽ കല്യാണരാമൻ മൂവി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറിനുള്ള അരി ഇതാ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാൻ പോവാണ്. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മസാല ഒക്കെ കൂട്ടിയിട്ട് ഒന്നുകൂടി പൊരിക്കാം. ഓക്കെ? യെസ്. ആൾക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുക, അതുപോലെ തന്നെ ഈ ദോശ ഉണ്ടാക്കുക, അത് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഒരു ഹെൽപ്പായിട്ട് ചെയ്തു തരും. ചിക്കൻ മറിച്ചിടുകയാണ്. പിന്നെ അതേ ഓയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതോടെ നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇലയിൽ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ അതാ ഞങ്ങൾ ഇല പറിക്കാൻ പോവുകയാണ്. ഇല പറിക്കാനല്ല, ഇല വെട്ടാൻ പോവുകയാണേ. ഞങ്ങളെ സ്ഥലമില്ല, എന്നാലും ഞങ്ങൾ വെറുതെ ഇലയിൽ കഴിക്കാനൊരാഗ്രഹം, അങ്ങനെ വന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്തൊക്കെയാന്ന്. ചിക്കൻ കറി ഉണ്ട്, സാലഡ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, നെയ്ച്ചോറ്. ഇനി എന്തായാലും നമുക്ക് കഴിക്കട്ടെ. നമുക്കൊരു സിനിമ കണ്ടുകൊണ്ട് കഴിക്കാം. ഞങ്ങൾ എപ്പോഴും സിനിമ കണ്ടിട്ടല്ലേ കഴിക്കുക. പഴയ സിനിമ കാണാതെ ഞങ്ങൾക്ക് ചോറിറങ്ങില്ല. ഓക്കെ. അപ്പോൾ എല്ലാം നമ്മളിതാ ഇലയിലേക്ക് വിളമ്പിയിട്ട് ഞങ്ങളിതാ കഴിക്കുകയാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇലയിലും കൂടെ കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലല്ലേ. അങ്ങനെ ഞങ്ങളിതാ സിനിമയൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങളിതാ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ സിനിമ ഇരുന്ന് കണ്ടു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് ഒന്ന് വെറുതെ പുറത്തേക്ക് പോവാം. അപ്പോൾ ആകെ നമുക്ക് ഒരുമിച്ച് കിട്ടുന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞങ്ങളത് മാക്സിമം യൂസ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതാ ഈ ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഓരോ ഷോട്ടുകളൊക്കെ എടുക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ആളുകൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നല്ല കാറ്റാണ്. പിന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാ ജസ്റ്റ് പോസ് ചെയ്യാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ പോസൊക്കെ ആയിട്ട് നിന്ന് കൊടുക്കുകയാണ്. ഈ പൂവ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ ഒന്ന് നടന്നു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞോ? നെക്സ്റ്റ് പരിപാടി എന്താ? പാർക്കിലൂടെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഈ പൂക്കൾ ഇങ്ങനെ കുറച്ച് കയ്യിലിങ്ങനെ എടുക്കുക. കളിക്കും. കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബാക്കിലൊക്കെ ഫുൾ കുട്ടികളാണ്. അതെ, ഇപ്പോൾ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞു. നമുക്ക് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ അല്ലേ ഐസ്ക്രീമിന്റെ കടയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല. ഇനി പോകുന്ന വഴിക്കൊരു ലൈമൊക്കെ കുടിച്ചിട്ട് പോവാ വിചാരിച്ചു. പക്ഷെ ചായ കുടിക്കാനാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിതാ പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു സൈക്കിൾ സവാരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ 2 കുട്ടികൾ ഇങ്ങനെ സൈക്കിൾ നല്ല സ്പീഡിൽ ഓടിക്കുന്നുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അടുത്ത് തന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ദക്ഷിക്കും ധന്വിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പം ഞാനവിടെ ചെറിയ 2 കാറ് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും പിന്നെ ദക്ഷിക്ക് ഒരു കളർ ചെയ്യാനുള്ളൊരു സെറ്റും കൂടെ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് ഇതാ ചായ കുടിക്കുക. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വിളക്ക് വയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ രാത്രി ഞങ്ങൾ വീണ്ടും ഉച്ചയ്ക്കത്തെ അതേ ഫുഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വെറുതെ ഒന്ന് പുറത്തേക്ക് നിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ ആകെ കിട്ടുന്നൊരു സൺഡേ ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം.